ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ പോകുന്നത് ഗോവയിലെ കണ്ടോളിയം ബീച്ചിലേക്കാണ് കേട്ടോ. മുൻപ് 2-3 പ്രാവശ്യം ഈ ബീച്ചിൽ വന്നിട്ടുമുണ്ട്, ഇതിന്റെ അടുത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിപ്പോ കുറച്ച് നാളായി കേട്ടോ. അപ്പൊ തന്നെ നല്ല അടിപൊളി ഒരു ബീച്ചാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടുതൽ അന്നേരം ഫോറിനേഴ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടത് അവരൊക്കെയായിരുന്നു. ഇപ്പം പതുക്കെ പതുക്കെ ഇന്ത്യൻസ് മൊത്തം അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബീച്ചുകൾ, ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ബീച്ചുകളുണ്ട് ആരും അറിയാതെ. അപ്പൊ ഫോറിനേഴ്സിനൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ബുക്ക് ഉണ്ടല്ലോ, അവർക്ക് ഫോറിനേഴ്സിന്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കില് ഇങ്ങനെ അവർക്ക് അറിയാൻ പറ്റും ഓരോ സ്ഥലത്തും ട്രാവൽ ചെയ്യുമ്പം ഏതൊക്കെ സ്ഥലത്താണ് ഇതുപോലെ ബീച്ചും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ളതെന്ന് അവർ നോക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും ബീച്ചാണ്. അങ്ങനെ നോക്കിയിട്ട് അവർ കണ്ടുപിടിച്ചിട്ടൊക്കെ വരുന്നതായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇന്ത്യൻസിന് മൊത്തം അറിയാം, നിറയെ ഇന്ത്യൻസ് ആണ്. അപ്പൊ നേരത്തെക്കാട്ടി വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ഞങ്ങൾ പേ പാർക്കിങ്ങിന്റെ ഏരിയയിൽ വന്നേക്കാണ് കേട്ടോ. 50 രൂപയാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന്. ഗോവയിൽ എവിടെ വന്നാലും ഇതുപോലെ ഏത് ബീച്ചിൽ പോയാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 50 ആയാലും 100 ആയാലും 200 ആയാലും കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ വണ്ടി സുരക്ഷിതമായിട്ട് അവിടെ തന്നെ ഇരിക്കും. അതാ നോക്കിയാൽ, കാരണം ഞങ്ങൾക്ക് ഇത്രയേ ലഗേജ് ഇരിക്കുന്നതാണ്. വല്ലയിടത്തൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം അതിൻ്റെ അകത്ത് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടണമെന്നില്ല. നമ്മൾ അവിശ്വസിക്കുമല്ല, പലയിടത്തും ഇങ്ങനെ നടക്കുന്നതാണ് അല്ലേ. ഇതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്ക് പല പണികളും കിട്ടുന്നത്. അങ്ങനെതാ അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇനി നേരെ ബീച്ചിന്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. ബീച്ചിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസിന്റെ അടുത്ത് എത്താറായി. ബസ്സൊക്കെ തൂക്കിയിട്ടൊക്കെ കണ്ട, ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടാ. പിന്നെ ഈ സൈഡിൽ കൂടെ കയറുന്നതേ ഉള്ളു. പിന്നെ നമുക്ക് പിന്നീടാണ് മനസ്സിലായത് 8ന്റെ പണി കിട്ടിയെന്ന്. കാരണം മൈക്കിലൂടെ എല്ലാം സംസാരിച്ച് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ അത് റെഡി ആയില്ലായിരുന്നു കേട്ടോ. മൈക്ക് എന്തോ ഓഫായി പോയേക്കുമായിരുന്നു, അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോന്ന് അറിയത്തില്ല. ഭയങ്കര സംസാരമായിരുന്നു, ഞങ്ങൾ തകർത്ത് വരുമായിരുന്നു. ഒടുവിൽ ആ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു, വോയിസ് ഒന്നും ഇല്ലെന്ന്, സംസാരിച്ചൊന്നും ഇല്ലെന്ന്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക കേട്ടാ. ഇവിടെ നിറയെ കരിമ്പും നിറയെ കരിക്കൊക്കെ ഇരിക്കുന്നുണ്ട. എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടാ. ഡ്യൂപ്ലിക്കേറ്റ് കൂളിംഗ് ഗ്ലാസ് ഇരിക്കുന്നുണ്ട. ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അത് നല്ലതാണ്. ഇവിടെയൊക്കെ ചീപ്പ് റേറ്റ് ആണ്. പിന്നെ നമ്മൾക്ക് അവര് പറയുന്നതിനെക്കാട്ടിയും റേറ്റ് കുറച്ചൊക്കെ കിട്ടും. പേശി എടുക്കണം. നമ്മളെ മലയാളീസ് ഒട്ടും മോശമല്ലല്ലോ പേശാൻ വേണ്ടി. പിന്നെ നല്ല നല്ല കരിക്കൊക്കെ ഇരിക്കുന്ന കണ്ട, ഇങ്ങനെ അടിക്ക് നല്ല ഭംഗിയിൽ വെച്ചേക്കുവാണ് കേട്ടാ. എന്തായാലും തസ്മീറിന് ഇവിടെ എത്തുമ്പം ചായ വേണം. ഇവിടെ മാത്രമല്ല, എവിടെ ചായക്കട കണ്ടാലും ചായ കുടിക്കാതെ പോകത്തില്ല. പോകുന്ന വഴിക്ക് ഒരു 100 ചായെങ്കിലും കുടിക്കും. ഈ ചൂടത്ത് ആരെങ്കിലും ചായ കുടിക്കുക? എന്ത് കൊടും ചൂടെന്നറിയാവോ. പിന്നെ തിരിച്ചു വരുമ്പോ കരിക്കോ കരിമ്പൻ ജ്യൂസൊക്കെ കുടിക്കാന്ന് പറഞ്ഞിരിക്കുക. സമയം കളയണ്ട ഇനി അവിടെ നിന്നിട്ടും. എന്തായാലും ഞാൻ പറഞ്ഞ സ്മറി, ചൂടത്ത് എന്തിനാണ് ചായ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ വഴക്കുറയിട്ട് മേടിച്ചു കുടിക്കുക എന്തെങ്കിലും ആട്ടോ. ചില ചായ പ്രാന്തന്മാരും ചില ചായ പ്രാന്തികളും ഉണ്ടല്ലോ. പിന്നെ ഓരോരുത്തരുടെ ശീലങ്ങളാണ്. കരിക്കിരിക്കുന്ന കണ്ട. കാശ്മീരാണ്, മധുരം ഇട്ടിട്ട് പുഡിയാണ്. ഒരു 20 ചായ ഒരു ദിവസം കുടിക്കും. നമ്മളിങ്ങോട്ട് നടക്കുമ്പോ തന്നെ ഓരോരുത്തർ വന്നിട്ട് നമ്മളിട്ട് ചോദിക്കുന്നത് ബോട്ടിൽ പോണോ. വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ട, അത് എന്തോരം ഇന്ത്യൻസ് ആണെന്നൊക്കെ. മുമ്പ് ഞങ്ങള് വരുമ്പോ ഇതുപോലൊന്നും ഇല്ലായിരുന്ന ആൾക്കാരൊന്നും
ഇന്ത്യൻസ് അധികമായിട്ട് വരാറേ ഇല്ലായിരുന്നു കേട്ടോ. ഇതിന്റെ അകത്തോട്ട് ഇപ്പൊ കേറാനും വയ്യ, ഇന്ത്യൻസിനെ കൊണ്ട് നിറഞ്ഞേക്കുവാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസും വാട്ടർ സ്പോർട്സും എന്റെ പൊന്നോ ബോട്ടിങ്ങും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതിനു വേണ്ടിയാണ് ഈ ആൾക്കാർ മൊത്തം വരുന്നത്. ഫോറിനേഴ്സ് ഒന്നും ഇതിലൊന്നും കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യൻസ് വരുന്നത് ഈ വാട്ടർ സ്പോർട്സ് ഇതുപോലുള്ള ഓരോ കാര്യത്തിൽ ഈ കയറാൻ വേണ്ടിയാണ്. ചിലതൊക്കെ അപകടം നിറഞ്ഞതാണ്. നമ്മൾ ഇതിലൊക്കെ കയറുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് വേണം കയറാൻ വേണ്ടി. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങള് ബീച്ചിന്റെ മെയിൻ എൻട്രൻസിൽ എത്തിയേക്കുവാണ് കേട്ടോ. ഇവിടെ തിങ്ങി നിറഞ്ഞേക്കുന്ന ഇന്ത്യൻസിനെ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ പൊന്നോ, പഴയ കണ്ടോളിയം ബീച്ചൊന്നും അല്ല കേട്ടോ. എന്തോരം മാറ്റങ്ങളാന്ന് നോക്കിയേ. റൈഡ് ജാക്കറ്റ് ഇട്ട് ബീച്ചിൽ വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഇങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടാവുന്ന പോലും അറിയത്തില്ല. കാരണം ഞങ്ങള് താമസിച്ച സ്ഥലത്ത് നിന്ന് ഇനി പോവാണ്. ഓരോ ബീച്ചിലും കയറി കയറി വേണം നമ്മുടെ നാട്ടിലെത്താൻ വേണ്ടിയേ. ഇനി വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. കലോളിയം ബീച്ച് എന്ന് പറയും. അതിന്റെ ഇടയിൽ ഓരോ ബീച്ചിൽ ഇങ്ങനെ കയറി കയറി പോവാണ്. അതാണ് ജാക്കറ്റൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇനി ഇതൊക്കെ ഊരി വെക്കാനുള്ള പാടുകൊണ്ടാണ് ഇട്ടുകൊണ്ട് തന്നെ അങ്ങ് വന്നത്. പെട്ടെന്നങ്ങ് എടുത്തിട്ട് പോവാന്ന് ഓർത്തിട്ട് കേട്ടാ. കേട്ടാ കിടക്കുന്ന കണ്ട, കൊടക്കീഴി വന്ന് കിടക്കുന്ന കണ്ട. ഇതിനാണ് ഗോവയിലേക്കാണ് പോകുന്നത്, ഗോവയിലേക്കാണ് പോകുന്നത്, ഗോവയിൽ പോണെന്ന് പറഞ്ഞ് എല്ലാരും ഇടിച്ചു കയറി വരുന്നില്ലേ. ഇതുപോലെ ഈ ബെഡിൽ കിടന്നിട്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഇത് മാത്രം ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ മസാജ് ഒക്കെ ചെയ്തു തരും. പെണ്ണുങ്ങളും ചെയ്തു തരും, ആണുങ്ങളും ഒക്കെ ചെയ്തു തരും. അവിടെ കിടന്നാ മതി. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. കണ്ട, വാട്ടർ സ്പോർട്സ് ഒക്കെ ഒരുപാടുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അതിലൊക്കെ കയറാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഇവിടെ വരുന്നത്. പക്ഷെ ഒരുപാട് ബീച്ചിൽ പോയി. ആ കൂട്ടത്തിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് ഉള്ള ബീച്ച് കണ്ടത് എന്തായാലും ഈ ഒരു ബീച്ചിലാണ് കേട്ടോ. പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് കുറവാണ്. ശരിക്കും നമ്മൾ ഞെട്ടിപ്പോ. മറ്റേത് നമുക്ക് ഈ ഗോവയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അതല്ല, അവരെ കാണാനേ ഇല്ലായിരുന്നു. പക്ഷെ എല്ലാ ബീച്ചിൽ പോയിട്ട് ഇതായിരുന്നു അവസ്ഥ. പക്ഷെ ഇവിടെ വന്നപ്പം കാണാൻ പറ്റി. അതെന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പണ്ട് മുതലേ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന ബീച്ചാണ് ഇത്. അതുകൊണ്ടായിരിക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ഫോറിനേഴ്സ്. പിന്നെ എല്ലാരും പറയുന്നത് ഇങ്ങനെ ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. കേരളത്തിലോട്ട് വരുന്നതിനും ഗോവയിലേക്ക് പോകുന്നതിനും ഒക്കെ നേരത്തെക്കാട്ടിയും ഡബിൾ ചാർജാണ് എല്ലാത്തിനും, ഫുഡിനും ഉൾപ്പെടെ. അത് കാരണം അവര് ശ്രീലങ്കയിലേക്ക് പറക്കുവാണെന്നാ പറയുന്നത്. ഇവിടെ മൊത്തം ഇവിടെ വന്നപ്പോ നമ്മൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അവർക്ക് ഒരു ടാർജറ്റ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് അവര് പോകത്തുള്ളൂ. അപ്പം ഇതുപോലൊക്കെ തന്നെയാണ്, ഈ പോലെ തന്നെയാണ് ഏകദേശം ഈ ശ്രീലങ്കയിൽ. അപ്പം അവരോർക്കും അങ്ങോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. മൈക്കുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര സംസാരമാണ്. മൈക്ക് സംസാരിച്ച് തകർത്തോണ്ടിരിക്കുന്ന കണ്ടാ ഞാൻ. പാവം, ഞാൻ അറിയുന്നുണ്ടോ എന്റെ മൈക്ക് ഓഫാണെന്ന്. നല്ല ചൂട്, നല്ല വെയില് പൊള്ളുന്നു. എങ്കിലും സാരമില്ല, ഗോവ വന്നിട്ട് ഇതൊക്കെ കാണാതെ എങ്ങനെ പോകാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൺ ദ ബീച്ചിൽ കട്ടൻ കോട്ടേജ് ഒന്നും ഇല്ല കേട്ടോ. ഹോം സ്റ്റേയോ റിസോർട്ടുകളോ അങ്ങനൊന്നും ഇല്ല. കൂടുതലും റെസ്റ്റോറന്റുകളാണ് ഇവിടെ മൊത്തം. കുറച്ചങ്ങോട്ട് മാറി ഒരുപാടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടി. എന്ത് തന്നെയാണേലും നല്ല അടിപൊളി ബീച്ചാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ കാലങ്കോട്ട് ബീച്ചും ബഗാ ബീച്ചൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അവിടെ ഈ വാട്ടർ സ്പോർട്സ് ആണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇവിടെ ഒരുപാടൊന്നും കാണാൻ പറ്റുന്നില്ല അതുപോലൊന്നും. അത് കുറച്ചേ ഉള്ളത് കൊണ്ടായിരിക്കും പിന്നെയും ഈ ബീച്ചിന്റെ സൈഡിലൊക്കെ തിരക്ക് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി ബീച്ചല്ലേ? എന്ത് രസമാണെന്ന് നോക്കി കാണാൻ വേണ്ടി. വേറൊന്നും വേണ്ട, ഈ ബീച്ചിലോട്ട് നോക്കിയിട്ട് ആ കുടയുടെ കീഴിലങ്ങ് കിടന്നാൽ മതി കുറേ നേരത്തേക്ക്. പിന്നെ നൈറ്റ് ലൈഫ് ഒക്കെ അടിപൊളിയാണ് കേട്ടാ. പാർട്ടിയൊക്കെ ഉള്ള ഒരു ബീച്ചാണ്.
കൂടാതെ ഇന്ത്യൻ ഫുഡൊക്കെ ഇവിടെ കിട്ടി. എല്ലാ സ്ഥലത്തെ ഫുഡ് വേണേലും കിട്ടും. കേരള ഫുഡൊക്കെ കിട്ടുന്നത് അപൂർവമായിട്ടേ ഉള്ളൂ. ഇന്ത്യൻ ഫുഡ് എല്ലായിടവും കിട്ടും കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റുകളിലും ബാറുണ്ട്. അത് ഈ ഗോവയുടെ പ്രത്യേകതയാണല്ലോ, ഇവിടെ പെർമിഷൻ ഉണ്ട് ഇതൊക്കെ ഉപയോഗിക്കാനുള്ള. അതിനു വേണ്ടിയാണ് കൂടുതൽ ആൾക്കാരും ഗോവയിലേക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലെക്കാട്ടി റേറ്റ് ഭയങ്കര കുറവാണ്, അതുകൊണ്ടാണ് വരുന്നത്. പിന്നെ ഒരടിച്ചുപൊളി എല്ലാവരുടെ ലൈഫിൽ ആവശ്യമാണല്ലോ. എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ അകത്ത് തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. ഇടയ്ക്കൊക്കെ ഇപ്പൊ പഴയ കാലമൊന്നും അല്ല, പണ്ടത്തെ കാലത്ത് വീട്ടിൽ മാറി ഇങ്ങനെ അകത്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചും കിടന്നും ജോലിക്ക് പോയി ആ ഒരു ലൈഫ് അങ്ങനെ തീർക്കുമായിരുന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചമുണ്ടോ ജീവിതത്തിൽ? അതും ഇല്ല. ഇപ്പോഴൊക്കെ തലമുറയൊക്കെ മാറിയേക്കുവാണ്. അവർക്ക് ഈ എൻജോയ് ചെയ്യണം, എങ്ങനെങ്കിലും അടിച്ചു പൊളിക്കണം, കറങ്ങണം, ട്രാവൽ ചെയ്യണം, നല്ല നല്ല ഫുഡൊക്കെ കഴിക്കണം, നല്ല നല്ല കാഴ്ചകൾ കാണണം, നല്ല നല്ല സ്ഥലത്ത് പോകണം, ഇതൊക്കെ ചിന്തയുള്ളവരാണ്. അപ്പൊ അത് പഴയ കാലത്തെ വെച്ച് ഇങ്ങനെ ഒരു മാറ്റം നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന വ്യക്തികളാണ്, അത് കാരണം ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങൾക്കും ഇഷ്ടം അതുപോലെയാണ്. കുറേ ദിവസത്തേക്ക് നമ്മള് മറ്റൊരു ലോകത്തായിരിക്കും. എന്തെല്ലാം കാഴ്ചകളാണെന്നറിയാം കാണാനുള്ളത്. നമ്മുടെ വീട്ടിന്റെ അകത്ത് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ? ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, ഓരോ ജില്ലയിലും, ഓരോ സംസ്ഥാനത്തും, ഓരോ രാജ്യത്തും ഒക്കെ പോകുമ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രത്യേകതകളുണ്ട്. സംസ്കാരവും ഫുഡും കാഴ്ചകളും അങ്ങനെ ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനും എല്ലാം അറിയാൻ പറ്റും അല്ലെ. അറിവ് കൂടുതൽ നേടാനും പറ്റും. അത് ജീവിതത്തിൽ വേണ്ട ഒരു ഭാഗമാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ മരിച്ചു പോകുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല അല്ലെ. ഈ ലോകം നീണ്ട് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കും അതിമനോഹരമായിട്ട്. അപ്പം ഒരു ജീവിതമേ ഉള്ളൂ, അത് നമ്മൾ ജീവിതം ആസ്വദിച്ച് തന്നെ മരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര എൻജോയ് ചെയ്യുക. കൂടുതൽ സമയം അതിനു വേണ്ടി മാത്രം ചെലവഴിക്കലും, ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം ഇതുപോലെ ട്രാവൽ ചെയ്യുന്നതും അതൊക്കെ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും അല്ലെ, കപ്പിളായിട്ടും ഒക്കെ പോകാൻ നമുക്ക് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പോവുകയും ചെയ്യണം. അപ്പൊ ഓരോ യാത്രയും മനോഹരമാണ്, അത് ആസ്വദിക്കുക. കണ്ട വാട്ടർ സ്പോർട്സ് ഒക്കെ നടക്കുന്നത് കണ്ട, ഇതൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് എന്റെ പൊന്നോ. കാലങ്കോട്ട് ബീച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിലൊന്നും കേറത്തില്ല, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഇതിലൊക്കെ കേറുമ്പം നമ്മുടെ ജീവനും വിലപ്പെട്ടയാണെന്ന് നമ്മൾ ഓർക്കുക കേട്ടാ. ചുമ്മാ ചാടിക്കേറി അങ്ങ് കേറില്ല. ഇതിന്റെ അകത്തൊന്നും കുഴപ്പമില്ല. ഈ ബോട്ടിലൊക്കെ കയറുന്നത് ഏറ്റവും കൂടുതൽ അപകടം കണ്ടത്. ഇത് രസമുള്ള ബീച്ചാണെന്ന് നോക്കിയണ്ട. ഗോവയിലെ ഒരുപാട് ബീച്ചുകളുടെ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണം. നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ബീച്ച് ഏതാന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ വലിയ ചാനലൊന്നും അല്ല, ഒരു കൊച്ചു ചാനലാണ്, കയറി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് പിന്നെ കഴിവതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെയൊക്കെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വെയിൽ കൊണ്ടും ട്രാവൽ ചെയ്തൊക്കെ നമ്മൾ എടുക്കുന്ന വീഡിയോകളാണ്. അപ്പം അതൊന്നും സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വാച്ച് അവർ പോലും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ ഈ ബീച്ചിൽ വന്നുകൊണ്ട്. നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങള് ബീച്ചിന്റെ മെയിൻ എൻട്രൻസിൽ ഇറങ്ങിയിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒക്കെ പോയി കേട്ടാ. പറ്റാവുന്ന അത്രയും ദൂരം വരെ ഞങ്ങൾ പോയി. അപ്പം
എനിക്ക് ഏറ്റവും കൂടുതൽ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വന്നിട്ട് വലത് ഭാഗത്തോട്ട് റൈറ്റ് സൈഡിലോട്ട് പോയപ്പോഴാണ് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. പക്ഷെ എല്ലാം നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ലെഫ്റ്റിലോട്ടും കൂടെ പോയിട്ട് ഇപ്പൊ നടന്നുകൊണ്ട് ഇരിക്കുവാണ് കേട്ടോ. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണ്. ഇനി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പൊ തന്നെ ആകെ ടയർഡായി വെയിൽ കൊണ്ട്. വെയിലത്തൊക്കെ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കുമല്ലോ. ഇനി മുകളിലോട്ട് കയറുവാണ്. ബൈക്ക് ഓഫായി പോയിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ കണ്ടോളിയം ബീച്ച് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇനി കരിമ്പിൻ ജ്യൂസും അല്ലെങ്കിൽ മറ്റേ കരിക്കും ഒക്കെ കുടിച്ചിട്ട് വേണം പോകാൻ. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ക്ഷീണമൊക്കെ മാറത്തുള്ളൂ. ഇനി ഒരുപാട് കിലോമീറ്റർ താണ്ടി അടുത്ത പലോലിയം ബീച്ചിൽ ഞങ്ങൾക്ക് എത്തേണ്ടതാണ്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.